ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ക്രിനം ലില്ലീനെയാണ് കേട്ടോ. ഈ ക്രിനം ലില്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, പക്ഷേ പേര് കേൾക്കുമ്പം ഇതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിനം ലില്ലി. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ക്രിനം ലില്ലിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിന് പറയുന്നത് ക്രിനം ലാറ്റിഫോളിയം എന്നാണ്. ഇങ്ങനെയാണ് ഇത് നോക്കിയാൽ നല്ല നീളമുള്ള ഇലകളാണ് ക്രിനം ലില്ലിക്കുള്ളത്. വലിയ ഒരുപാട് നീളമുള്ള ഇലകളാണ്. പിന്നെ അതിൻ്റെ തണ്ട് വരുന്നത് ഇങ്ങനെ നല്ല കട്ടിയുള്ള വലിയ തണ്ടുകളാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഈ തണ്ടുകൾ വന്നിട്ട് ഇവിടെ പൂങ്കുല ഉണ്ടാകുന്നത്. പൂക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെൽ ഷേപ്പിൽ വന്നിട്ട് നല്ല വൈറ്റ് കളറിൽ അത്തേൽ ഒരു റെഡിഷ് കളർ ഇങ്ങനെ ഒരു വര പോലെ ഉണ്ടാവും കേട്ടോ. ഒരു ബെല്ലിൻ്റെ ഷേപ്പിലാണ് പൂക്കൾ വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടുകൾ കാണാൻ പൂക്കളെ കഴിഞ്ഞും ഭംഗിയാണ് ഇതിൻ്റെ മുട്ടുകൾ വരുന്നത് കാണാൻ കേട്ടോ. പിന്നെ എല്ലാ ലില്ലികളെയും പോലെ ഈ മാർച്ച് മാസം മുതൽ ജൂൺ വരെയുള്ള ഈ ഒരു സമയത്താണ് കേട്ടോ ക്രിനം ലില്ലികളും പൂവിടുന്നത്. പിന്നെ ഈ ഒരു ആദ്യം നമുക്ക് ഈ ഒരു വേനൽ മഴയൊക്കെ ആദ്യം കിട്ടുന്ന സമയമുണ്ടല്ലോ, ആ വേനൽ മഴ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെടി ഇലകളൊക്കെ ആയിട്ട് പയ്യെ ഇത് ഇങ്ങനെ കാണാൻ തുടങ്ങും കേട്ടോ. ഇത് ഇവിടെ കേരളത്തിലെ പാലക്കാട്, ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണാവേ ഈ ക്രിനം ലില്ലികൾ. പിന്നെ ഈ ക്രിനം ലില്ലികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പൂക്കൾ തരുന്നത് മാത്രമല്ല കേട്ടോ. ഇത് ആയുർവേദ ചികിത്സയിൽ ഇത് ഒരുപാട് മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വിഷചികിത്സയിൽ മറുമരുന്നായിട്ട് ഈ ക്രിനം ലില്ലികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പനി, സന്ധിവീക്കം, പിന്നെ ചെവിവേദന, ഇതിനൊക്കെയുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിനം ലില്ലികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ മറ്റ് എല്ലാ ലില്ലികളെയും പോലെ തന്നെ ഇത് നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കിഴങ്ങുകളാണ് കേട്ടോ. വലിയ കിഴങ്ങുകൾ ഇതിൻ്റെ ചുവട്ടിലുണ്ട്. ആ കിഴങ്ങുകളാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇത് വീണ്ടും അപ്രത്യക്ഷമാകും. പിന്നെ നമ്മുടെ മാർച്ച് മാസത്തിൽ ആദ്യത്തെ മഴയൊക്കെ ലഭിക്കുമ്പോഴത്തേക്കും പിന്നെ ചെടി വളർന്നു വരും. അപ്പം അത് കഴിഞ്ഞിട്ട് പോകുന്ന ഈ ചെടി വാടി ഉണങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കിഴങ്ങുകളൊക്കെ എടുത്ത് നടാൻ ഉപയോഗിക്കാം. ഉണ്ടോ, പൂക്കളെ കഴിഞ്ഞ് ഭംഗിയാണ് ഇതിൻ്റെ മുട്ട് കാണാൻ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, നല്ല രസമില്ലേ. അപ്പം നമ്മളിതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വർഷവും നമുക്ക് ഈ സമയമാകുമ്പം ക്രിനം ലില്ലികൾ ഉണ്ടായി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങൊക്കെ കിട്ടുമെങ്കിൽ എല്ലാവരും നട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബായ്.